നമസ്കാരം. കിംസ് അൽഷിഫ ഡോക്ടേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കിംസ് അൽഷിഫയിലെ കൺസൾട്ടൻറ്റ് സ്പൈൻ സർജൻ ഡോക്ടർ വീരാൻകുട്ടി സാറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സാറിനോട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് നട്ടെല്ലിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊന്ന് വിവരിക്കാമോ? സാധാരണഗതിയിൽ നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് കേട്ടിട്ടുള്ളത് മുട്ടിനകത്തുള്ള ആർത്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ വയറിൽ അപ്പൻഡിക്സ് അസുഖത്തിന് വേണ്ടിയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി. അതുപോലെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അതാണ് താക്കോൽ ദ്വാര നട്ടെല്ലിലെ ശസ്ത്രക്രിയ. അപ്പോൾ അതിനുവേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഒരു എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അതിൻ്റെ ഒരു ട്യൂബ് പോലത്തെ ഒരു നീളമുള്ളൊരു ക്യാമറയുടെ അറ്റത്ത് ഒരു ലൈറ്റ് സോഴ്സും അതിനകത്തൊരു വർക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലും ഉണ്ടാവും. അപ്പോൾ ആ ചാനലിൻ്റെ അകത്തുകൂടെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇട്ടിട്ട് ഈ ട്യൂബിനുള്ളിലൂടെ സർജറി ചെയ്യുന്നതിനാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഓപ്പൺ സർജറി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? അത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഇൻസിഷൻ സൈസാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓപ്പൺ സ്പൈൻ സർജറി ചെയ്യുമ്പോൾ ഒരു 5-6 സെൻറ്റിമീറ്റർ മിനിമം ഇൻസിഷൻ വേണം. അപ്പോൾ ഇതിന് ഒരു സെൻറ്റിമീറ്ററിലും താഴെ ഏകദേശം 8 മില്ലിമീറ്റർ സൈസുള്ള ഒരു ഇൻസിഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസിഷനിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൊളാറ്ററൽ ഡാമേജസ് വളരെ കുറവാണ്. കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു അസുഖത്തിന് വേണ്ടി സർജറി ചെയ്യുമ്പോൾ നട്ടലിൻ്റെ സൈഡിലുള്ള 2 മസിലുകളും കീറി മുറിക്കണം. അതുപോലെ സുഷുമ്ന നാഡിയുടെ ആവരണം ചെയ്തിരിക്കുന്ന എല്ലിനെ നീക്കണം. അതിൻ്റെ മുകളിൽ ലിഗമെൻറ്റുകളൊക്കെ നീക്കണം. അപ്പോൾ ഈ ട്യൂബ് കടത്തി വിടുക വഴി നമ്മൾ മസിലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുറിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലിൻ്റെ ഭാഗവും നമുക്ക് വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ എല്ല് റിമൂവ് ചെയ്താൽ മതി. നേരെ നമ്മൾ സുഷുമ്ന നാഡിയുടെ അടുത്തേക്കാണ് ഈ ട്യൂബിലൂടെ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ സർജറിയിൽ നമുക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടും. ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വേണ്ടി വരും. അപ്പോൾ കീ ഹോളിൽ നമുക്ക് അതിൻ്റെ ആവശ്യമേ വരാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സലൈൻ ഇറിഗേഷൻ വഴിയാണ് ചെയ്യുക. ആ സമയത്ത് ഇൻഫെക്ഷൻ റേറ്റും വളരെ കുറവാണ്. അതുപോലെ തന്നെ ചെറിയ ഇൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റർ റിക്കവറിയും പേഷ്യൻ്റ് ഉണ്ടാവും. ഓപ്പൺ സർജറി ഉണ്ടാവും. ആർക്കൊക്കെയാണ് ഈ സർജറി ആവശ്യമായിട്ട് വരാറുള്ളത്? മെയിനായിട്ടും നമുക്ക് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ചെയ്യുന്നത് ഡിസ്ക് പ്രൊട്രൂഷൻ അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ തള്ളൽ മൂലം കാലിലേക്ക് ഇറങ്ങി വരുന്ന ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ്. അതല്ലാതെ സുഷുമ്ന നാഡിയിലുണ്ടാകുന്ന ഞെരുക്കം എന്ന് പറയുന്നത് ലംബാർ കനാൽ സ്റ്റെനോസിസ് കേസസിൽ ചെയ്യാം. അതുപോലെ നട്ടലിലുണ്ടാകുന്ന തെന്നൽ പോലെ സ്പോണ്ടൈലോലിസ്തസിസ് അങ്ങനത്തെ നിരവധി കണ്ടീഷൻസിനും ഇപ്പോൾ എൻഡോസ്കോപ്പിക് സർജറി അഡ്വാൻസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ഒരു കേസ് ചെയ്തിരുന്നു. ഒരു 42 വയസ്സുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ ഊരയ്ക്കൊരു വേദനയും അതുപോലെ തന്നെ ഇടത്തെ കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, പാദം മുകളിലേക്കും താഴേക്കും ആക്കാനുള്ളൊരു ചലനശേഷി കുറവ്, അങ്ങനെയായിട്ടാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഒരു 2 ദിവസം അവരെ വാർഡിൽ കിടത്തി ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അവർക്ക് ആ ബലക്കുറവ് റിക്കവർ ചെയ്തില്ല. അത് മാത്രമല്ല വേദന കൂടുകയായിരുന്നു. അപ്പോൾ MRI എടുത്ത് നോക്കുമ്പോഴാണ് MRIയിൽ ഇതാണ് നമ്മുടെ നോർമൽ ബ്രെയിൻ ഇങ്ങനെ താഴോട്ട് സ്പൈനൽ കോഡായിട്ട് നമ്മൾ സുഷുമ്ന നാഡിയായിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുക ഇങ്ങനെ. അപ്പോൾ ഈ ഇഷ്ടിക പോലെ കാണുന്ന ഈ ബോക്സസ് ആണ് നമ്മുടെ നട്ടെല്ല്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ വൈറ്റ് കളറാണ് നോർമൽ ഡിസ്ക്. അപ്പോൾ ഇവിടെ ഈ ഡിസ്ക് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഈ ഡിസ്ക് പുറമേക്ക് തള്ളി സുഷുമ്ന നാഡിയിൽ ഇങ്ങനെ ഞെരുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ സെക്ഷനാണിത്. അപ്പോൾ നോർമലി ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലാണ് കാണുന്ന ഞരമ്പ്. ഈ കാണുന്നതൊക്കെ സുഷുമ്ന നാഡിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഇടത്ത് ഭാഗമാണ്, ഇത് വലത്ത് ഭാഗമാണ്. ഇത് ചെറിയ ഡിസ്ക് ഇവിടെ തള്ളി തുടങ്ങുകയാണ്. ഇത് കുറച്ചും കൂടെ തള്ളി ഈ ഭാഗത്ത് ഇവിടെയുണ്ട്. ഈ ഡിസ്ക് അപ്പോൾ പുറത്തേക്ക് വന്ന് ഈ ഞരമ്പിൽ പ്രഷർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഇടത്ത് ഭാഗത്തെ കാലിലേക്ക് ബലക്കുറവും മരവിപ്പും തരിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. ഒരു സർജറിക്ക് വില്ലിങ് ആയി, അങ്ങനെ സർജറി ചെയ്തു. അപ്പോൾ സാധാരണ നമ്മൾ സ്പൈൻ സർജറി ചെയ്യുന്ന പോലെ കമത്തി കിടത്തിയിട്ടാണ് ചെയ്യുക. ഇത് 2 രീതിയിലും അനസ്തേഷ്യ കൊടുക്കാം. ഒന്ന് നമുക്ക് ലോക്കൽ അനസ്തേഷ്യ വഴി പേഷ്യൻ്റ് മോണിറ്റേർഡ് അനസ്തേഷ്യ കെയർ എന്ന് പറയും. സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് അവൈക്കായിരിക്കും. പേഷ്യൻറ്റിനോട് നമുക്ക് കാൽ അനക്കാൻ പറയാം, ആ രീതിയിൽ ചെയ്യാം. അല്ലാതെ നമ്മൾ ഫുൾ അനസ്തേഷ്യ, ഇപ്പോൾ പെയിനൊന്നും തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുൾ അനസ്തേഷ്യയിലും ചെയ്യും. ഓക്കെ. അപ്പോൾ കമത്തി കിടത്തി നമ്മൾ എക്സ്റേ മെഷീൻ സിയാം എന്ന് പറയും. എക്സ്റേ മെഷീൻ വെച്ചിട്ട് കറക്റ്റായിട്ട് MRIയിൽ എവിടെയാണോ ഡിസ്ക് കണ്ടത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്ത് നമ്മളവിടെ നേരത്തെ പറഞ്ഞ പോലെ 8 മില്ലിമീറ്റർ ഇൻസിഷൻ ഇട്ട് അതിലൂടെ ഈ ട്യൂബ് കടത്തി വിടും. ട്യൂബ് കടത്തി വിടുമ്പോൾ നമ്മൾ സുഷുമ്ന നാഡിയുടെ തൊട്ട് മുകളിലുള്ള ലിഗമെൻറ്റം ഫ്ലേവം എന്ന് പറഞ്ഞൊരു ആവരണത്തിലാണ് എത്തും. അതിൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കി താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്പൈനൽ കോഡ്,
സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നെർവ് റൂട്ട് അത് കാണാം. അത് പതുക്കെ ഒന്ന് റിട്രാക്ട് ചെയ്ത് മാറ്റുന്നതോടുകൂടി അതിൻ്റെ താഴെ നമുക്ക് ഡിസ്ക് കാണാം. അത് ഡിസ്ക് എടുക്കുന്നു, അതോടുകൂടി ആ ഞരമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആകുന്നു, സർജറി കഴിയുന്നു. ഈ നട്ടലിൻ്റെ സർജറി എന്ന് പറയുമ്പം പൊതുജനങ്ങൾക്കുള്ള ഇടയിലുള്ള ഒരു പേടിയാണ് കാലിന് തളർച്ച വരിക, ബലക്ഷയം വരിക, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഈ സർജറിക്കുണ്ടോ? അത് മുന്നേ പണ്ട് കാലത്ത് സ്പൈൻ സർജറി ഇത്രയും അഡ്വാൻസ്ഡ് അല്ലാത്ത സമയത്തുണ്ടായിരുന്ന കുറേ അപകടങ്ങളാണ് അവരുടെ മുമ്പിലുള്ള എക്സാമ്പിൾസ്. ഇപ്പോൾ ടെക്നോളജി നമ്മളെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ അതിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നതാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് എവിടെയാണോ അസുഖമുള്ളത് അവിടെ തന്നെ നമുക്ക് സർജറി ചെയ്യാം. രണ്ടാമത് അതിൻ്റെ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ക്യാമറയുടെ ആ ട്യൂബിൻ്റെ അറ്റത്ത് തന്നെ ലൈറ്റ് സോഴ്സ് പിടിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ ഇപ്പോൾ നട്ടലിൽ സർജറി ചെയ്യുന്ന സമയത്ത് നല്ല ഡെപ്തിൽ കീറി മുറിച്ച് റിട്രാക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ. പക്ഷേ ഈ സമയത്ത് ഇത് ടോർച്ച് അടിച്ച് നോക്കുന്ന പോലെ നമ്മൾ ഈ ട്യൂബ് കറക്റ്റായിട്ട് അവിടെ പോയി ലൈറ്റ് അടിച്ച് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഞരമ്പ് കാണാം, സ്പൈനൽ കോഡ് കാണാം. അപ്പോൾ അപകട സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ 60-70 ഇരട്ടി വലുപ്പത്തിലാണ് നമ്മൾ എല്ലാ സ്ട്രക്ചേഴ്സും കാണുന്നത്. അപ്പോഴും അപകട സാധ്യത കുറയുകയാണ്. അപ്പോൾ സാധാരണ ഓപ്പൺ സർജറിയേക്കാളും വളരെ താരതമ്യേന അപകടം കുറഞ്ഞ സർജറിയാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഈ സർജറി കഴിഞ്ഞ ശേഷം എത്ര റെസ്റ്റ് ആവശ്യമായിട്ട് വരും? അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാൻ ഏകദേശം എത്ര ടൈം വേണ്ടി വരും? സാധാരണഗതിയിൽ നമ്മൾ സർജറി ചെയ്താൽ പേഷ്യൻറ്റിനെ പിറ്റേന്ന് തന്നെയാണ് ഡിസ്ചാർജ്. 24 മണിക്കൂർ നേരത്തെ അഡ്മിഷനേ ഉള്ളൂ. അപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ രാവിലെയാണ് സർജറി കഴിയുന്നതെന്നുണ്ടെങ്കിൽ ഈവനിങ് സമയത്ത് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് പേഷ്യൻറ്റിനെ നടത്തിക്കും. പിന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതുപോലെ തന്നെ അത്യാവശ്യം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനിങ്ങും കൊടുത്തിട്ട് പിറ്റേന്ന് രാവിലെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യും. അതാണ് സാധാരണ എൻഡോസ്കോപ്പിക് സർജറി ഞാൻ ചെയ്യാറ്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരെ ഈ മുറിവിൻ്റെ എല്ലാ വേദനകളും മാറി അവരെ പതുക്കെ അവരെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയെ പറ്റി ഇത്രയും വിലപ്പെട്ട ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു.